വീണ്ടും ഇസ്രായേലിൻ്റെ ഒരു തോൽവിയുടെ കഥ ഇന്ന് ഇസ്രായേൽ സംഭവിച്ചു. ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം പശ്ചിമേഷ്യൻ സംഘർഷമാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം. ഇസ്രായേൽ ഹമാസ് സംഘർഷം 7 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇസ്രായേൽ റഫേലിലേക്ക് ആക്രമണം നടത്തുകയും ഖസാം ബ്രിഗേഡിൻ്റെ കമാൻഡർ യഹിയ സിൻവറിനെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം നടത്തിയതും ബന്ദിമോചനവുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യഹിയ സിൻവർ ഫലസ്തീനിലില്ലെന്നും യഹിയ സിൻവറും കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ ആക്രമണത്തിൽ ആകെ ഇസ്രായേലിന് കിട്ടിയ വിജയമെന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലി ബ്രിട്ടീഷ് പൗരനായ ഒരു ബന്ദി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്ന് ഇസ്രായേലിന് കിട്ടിയ നേട്ടം. ഇതിൻ്റെ പിന്നാലെ ഇസ്രായേലിലെ പല നഗരങ്ങളിലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഹമാസുമായുള്ള ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ആ ബന്ദികളെ മോചിപ്പിക്കുക എന്നല്ലാതെ വേറൊരു വിജയം ഇസ്രായേലിന് കിട്ടുകയില്ല. ഇനിയെങ്കിലും പല അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഇസ്രായേലിന് മേലുണ്ടെങ്കിലും ഇസ്രായേൽ അതൊന്നും വകവെക്കാതെ 15 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന റഫേലിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്നും 3 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ലോക സമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നും ഇസ്രായേലിൻ്റെ സൈനിക നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ആ സൈനിക നടപടി നിർത്തിവെച്ചുകൊണ്ട് ഒരു ബന്ദിമോചന ചർച്ചയിലൂടെ ഈ ബന്ദികളെ മോചിപ്പിക്കുക, അതാണ് ഇസ്രായേലിൻ്റെ മുന്നിലുള്ള ഏക മാർഗം. അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്